ഇന്ന് പ്ലസ് ടു ഇക്കണോമിക്സിലെ മൈക്രോ വിഭാഗത്തിലെ അവസാന അധ്യായത്തിൽപ്പെടുന്ന കുത്തകയിലെ TR, AR ആൻഡ് MR എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. കുത്തക കമ്പോളത്തിലെ മുൻ വീഡിയോയിൽ എന്താണ് കുത്തക എന്നും കുത്തകയിലെ സവിശേഷതകളും കുത്തക കമ്പോളത്തിലെ കുത്തകക്കാരൻ വില നിശ്ചയിക്കുന്നവനാണ്, പ്രൈസ് ടേക്കർ ആണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. അതിന്റെ ഗ്രാഫും വരച്ചിരുന്നു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ. കുത്തകയിലെ TR ടോട്ടൽ റവന്യൂ, മൊത്തം വരുമാനം, അതുപോലെ തന്നെ കുത്തകയിലെ AR ആവറേജ് റവന്യൂ, ശരാശരി വരുമാനം, അതുപോലെ കുത്തകയിലെ MR മാർജിനൽ റവന്യൂ, സീമാന്ത വരുമാനം. ഈ മൂന്ന് വ്യത്യസ്ത ആശയങ്ങളും നമുക്ക് ഒരു വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ കുത്തകയിലെ TR, AR, MR. അപ്പോൾ എന്താണ് ടോട്ടൽ റവന്യൂ? TR മീൻസ് ടോട്ടൽ റവന്യൂ ആണ്. അപ്പോൾ TR ഈസ് ഈക്വൽ ടു Q ഇൻറ്റു P. അപ്പോൾ വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണിത്. മൊത്തം വരുമാനം എങ്ങനെയാണ് ലഭിക്കുക? മൊത്തം ഉൽപ്പന്നങ്ങൾ, ഉൽപ്പാദിപ്പിച്ച മൊത്തം ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിൽക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനം, ലഭിക്കുന്ന പണം, അതാണ് കുത്തകയിലെ മൊത്തം വരുമാനം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കും? TR ഈസ് ഈക്വൽ ടു Q ഇൻറ്റു P. അപ്പോൾ ടോട്ടൽ റവന്യൂ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ multiplying the total quantity of output which is sold with the price. Okay, the total quantity with its price. So TR is equal to Q into P. അപ്പോൾ ഒരു കുത്തകക്കാരൻ, ഒരു ഉൽപാദകൻ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിറ്റപ്പോൾ ലഭിച്ച മൊത്തം തുകയാണ് മൊത്തം വരുമാനം. അത് കണ്ടുപിടിക്കുക. എന്താണ്? ഉൽപ്പന്നത്തിന്റെ അളവ് വിലയുമായി ഗുണിച്ചാൽ ലഭിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ TR is equal to Q into P. Very simple. Next one is AR, average revenue, ശരാശരി വരുമാനം. അപ്പോൾ average revenue is equal to TR by Q. മൊത്തം വരുമാനത്തെ വിറ്റ വസ്തുവിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നതാണ് ശരാശരി വരുമാനം. വെരി സിമ്പിൾ. അപ്പോൾ average revenue can be calculated by dividing total revenue by the quantity of output which is sold. അപ്പോൾ മൊത്തം വരുമാനത്തെ വിറ്റ വസ്തുവിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ പെർ യൂണിറ്റ് റവന്യൂ ലഭിക്കും. അതാണല്ലോ ആവറേജ് റവന്യൂ. വെരി സിമ്പിൾ. ഇനി മാർജിനൽ റവന്യൂ, MR. We know marginal revenue is the net addition to total revenue when one more unit of the commodity is sold. അപ്പോൾ മൊത്തം വരുമാനത്തോട് കൂടി അധികമായി ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ അതിൽ നിന്ന് മൊത്തം വരുമാനത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആ വരുമാനത്തിനാണ് നമ്മൾ എന്ത് പറയുക? മാർജിനൽ റവന്യൂ. അപ്പോൾ മാർജിനൽ റവന്യൂ എന്ന് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് ഓരോ യൂണിറ്റ് വിൽക്കുമ്പോഴും ആ എക്സ്ട്രാ ഇൻകം ആണ്, എക്സ്ട്രാ വരുമാനമാണ് മൊത്തം വരുമാനത്തോട് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കുക? മാർജിനൽ റവന്യൂ മേ ബി ഡിഫൈൻഡ് ആസ് ദ നെറ്റ് അഡീഷൻ ടു ടോട്ടൽ റവന്യൂ when one more unit of the commodity is sold. അതുകൊണ്ടാണ് MR is equal to delta TR divided by delta Q. Delta we know changes. Oh, delta TR means changes in total revenue, incremental changes in total revenue as a result of changes in quantity of output which is sold. അപ്പോൾ മൊത്തം വരുമാനത്തിൽ വർധന ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിച്ചതുകൊണ്ട്, വിറ്റ ഉൽപ്പന്നത്തിന്റെ അളവിൽ വർധന ഉണ്ടായതുകൊണ്ട്. അപ്പൊ എല്ലാ കുട്ടികളും വളരെ സിമ്പിൾ ആയിട്ട് ടെക്നിക്കലായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുക. കുത്തകയിലെ മൊത്തം വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുത്തകക്കാരൻ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിറ്റപ്പോൾ ലഭിച്ച മൊത്തം തുക. അത് ബ്രീഫായിട്ട് എങ്ങനെയാണ്? TR is equal to Q into P. TR means total revenue, മൊത്തം വരുമാനം. Q, quantity of output which is sold, വിറ്റ ഉൽപ്പന്നത്തിന്റെ എണ്ണം അഥവാ അളവ്. P, the price of the commodity. അപ്പോൾ മൊത്തം ഉൽപ്പന്നത്തെ അതിന്റെ വില കൊണ്ട് ഗുണിച്ചാൽ ലഭിക്കുന്നതിന് എന്ത് പറയും? മൊത്തം വരുമാനം എന്ന് പറയും. TR is equal to Q into P. വെരി സിമ്പിൾ. ഇനി ആവറേജ് റവന്യൂ, ശരാശരി വരുമാനം. സാധാരണ പോലെ തന്നെ മൊത്തം വരുമാനത്തെ വിറ്റ വസ്തുവിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നതാണ്. AR is equal to TR divided by Q.
average revenue of a monopolist of a firm under monopoly can be calculated easily by dividing the total revenue by the quantity of output which is sold. Okay? Any marginal revenue, Seemantha Varimanam, marginal revenue, MR, is equal to delta TR divided by delta Q. Okay? Changes in total revenue as a result of changes in the quantity of output which is sold. മൊത്തം വരുമാനത്തിലുണ്ടായ വർധനവ് അതിന് കാരണം എന്താണ്? ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിച്ചതുകൊണ്ട്, വിറ്റ ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിച്ചതുകൊണ്ട്. അപ്പോൾ നെറ്റ് അഡീഷൻ ടു ടോട്ടൽ റവന്യൂ എന്നാണ്. വെൻ വൺ മോർ യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി ഈസ് സോൾഡ്, അതാണല്ലോ മാർജിനൽ റവന്യൂ. അപ്പോൾ മൊത്തം വരുമാനത്തോടു കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്ന എക്സ്ട്രാ വരുന്ന, അധികമായി വിൽക്കുമ്പോൾ എക്സ്ട്രാ വരുന്ന വരുമാനത്തിനാണ് നമ്മൾ എന്ത് പറയുക? മാർജിനൽ റവന്യൂ. ഓക്കെ, ഇനി നമ്മൾ ഈ 3 ആശയങ്ങൾ നമുക്കൊരു ഷെഡ്യൂളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം, എങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഓക്കെ, നമ്മളിപ്പോ നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്ന കുത്തകയിലെ TR ടോട്ടൽ റവന്യൂ, AR ആവറേജ് റവന്യൂ ആൻഡ് MR മാർജിനൽ റവന്യൂ, മൊത്തം വരുമാനം, ശരാശരി വരുമാനം, സീമാന്ത വരുമാനം, നമ്മൾ മനസ്സിലാക്കിയ ആശയങ്ങൾ നമ്മളൊരു ഷെഡ്യൂളിലേക്ക്, ഒരു പട്ടികയിലേക്ക് മാറ്റുകയാണ്. എങ്ങനെയാണ് അതിന്റെ ആ അവസ്ഥ എന്ന് നമുക്ക് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കോളത്തിൽ ക്വാണ്ടിറ്റിയാണ് രേഖപ്പെടുത്തുക, ഉൽപ്പന്നത്തിന്റെ അളവ്, ക്വാണ്ടിറ്റി, അത് നമ്മൾ Q എന്ന് എഴുതും. രണ്ടാമത്തെ കോളത്തിൽ പ്രൈസ്, ഉൽപ്പന്നത്തിന്റെ വിലയാണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ചോദനാധർമ്മം എന്ന് പറയുന്നത് P is equal to 10 minus Q. Okay, P is equal to 10 minus Q. മൂന്നാമത്തെ കോളത്തിൽ TR means TR is equal to Q into P. Okay, ഇനി fourth column AR average revenue, AR is equal to TR divided by Q. And last fifth column MR marginal revenue is equal to delta TR divided by delta Q. Okay, ready? ഒന്നാമത്തെ കോളത്തിൽ ഉൽപ്പന്നത്തിന്റെ എണ്ണം അഥവാ അളവ്, രണ്ടാമത്തെ കോളത്തിൽ വില, മൂന്നാമത്തെ കോളത്തിൽ മൊത്തം വരുമാനം, നാലാമത്തെ കോളത്തിൽ ശരാശരി വരുമാനം, അഞ്ചാമത്തെ കോളത്തിൽ സീമാന്ത വരുമാനമാണ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് നോക്കാം. ക്വാണ്ടിറ്റി നമ്മൾ 0 മുതൽ ഒരു നിശ്ചിത അളവ് എഴുതുകയാണ്. 0, 1, 2, 3, 4, 5, 6 and 7. നമ്മൾ ഉൽപ്പന്നത്തിന്റെ അളവ് 0 മുതൽ 7 വരെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോളം, സെക്കൻഡ് കോളത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ചോദനധർമ്മം എന്ന് പറയുന്നത് P is equal to 10 minus Q. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ സാധിക്കും? P is equal to 10. അപ്പോൾ പ്രൈസ് 10 rupees ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 10 minus Q, ഇവിടെ Q ക്വാണ്ടിറ്റി എന്താണ്? 0 ആണ്. അപ്പോൾ 10 minus 0 is equal to 10. ഓക്കെ, then again price is equal to 10. 10 minus quantity 1 ആണ്. അപ്പോൾ 10 minus 1 is equal to 9. ഇനി അടുത്തതായിട്ട് പ്രൈസ് 10 തന്നെയാണ് തന്നിരിക്കുന്നത്. പ്രൈസ് ഈസ് ഈക്വൽ ടു 10 മൈനസ് Q. Q ക്വാണ്ടിറ്റി 2 ആണ്. അപ്പോൾ 10 മൈനസ് 2 സമം 8. അതുപോലെ 10 മൈനസ് 3 സമം 7. 10 മൈനസ് 4 സമം 6. 10 മൈനസ് 5 സമം 5. 10 മൈനസ് 6 സമം 4. ലാസ്റ്റ്ലി 10 മൈനസ് 7 സമം 3. ഓക്കെ, നമ്മൾ ഈ ഡിമാൻഡ് ഫംഗ്ഷൻ ഡീൽ ചെയ്തിട്ട് നോക്കൂ. ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ് P is equal to 10 minus Q. അപ്പോൾ പ്രൈസ് 10 മൈനസ് Q. മൈനസ് Q എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ ക്വാണ്ടിറ്റി നമ്മൾ മൈനസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 10 ഇവിടെ 0 ആണ്. അപ്പോൾ 10 മൈനസ് 0 is equal to 10. പിന്നെ എന്താണ്? 10 മൈനസ് ക്വാണ്ടിറ്റി 1 ആണ്. 10 മൈനസ് 1 is equal to 9. ഇവിടെ ക്വാണ്ടിറ്റി 2 ആണ്. അതുകൊണ്ടാണ് 10 മൈനസ് 2 is equal to 8. ഇവിടെ ക്വാണ്ടിറ്റി 3 ആണ്. അതുകൊണ്ടാണ് 10 minus 3 is equal to 7. Like that manner, see, 10 minus 7 is equal to 3. അപ്പോൾ നമുക്ക് വില 10, 9, 8, 7, 6, 5, 4, 3 എന്നിങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം,
Under monopoly, we know that. See, if a monopolist wants to sell more quantities of his product, see, he has to reduce the price of that product. Okay? അപ്പോൾ യഥാർത്ഥ ചോദന നിയമം ഇവിടെ ബാധകമായിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ചോദന നിയമം ഡിമാൻഡ് ലോ ഓഫ് ഡിമാൻഡ് അറിയാം. എന്താണ്? When price increases, quantity demanded decreases and vice versa. Okay? In short, large quantity of a commodity will be demanded at a lower price than at a higher price. Okay? There is opposite or inverse relationship between price and quantity demanded. Right? And the third column, we know TR. TR is equal to Q into P. മൊത്തം വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൊത്തം വിറ്റ ഉൽപ്പന്നത്തെ അതിന്റെ വില കൊണ്ട് ഗുണിച്ചാൽ ലഭിക്കുന്നതല്ലേ മൊത്തം വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളവും പരസ്പരം ഗുണിച്ചാൽ മൂന്നാമത്തെ കോളം ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നോക്കൂ, ഒന്നാമത്തെ കോളം 0, Q 0 ആണ്, പ്രൈസ് 10. അപ്പോൾ 0 into 10 is equal to നമുക്കറിയാം എന്താണ്? 0. 0 into 10 is equal to 0. ഇനി 1 into 9 is equal to 9. 2 into 8 is equal to 16. 3 into 7 is equal to 21. 4 into 6 is equal to 24. 5 into 5 is equal to 25. 6 into 4 is equal to again 24. 7 into 3 is equal to 21. നിങ്ങൾ നോക്കൂ, 1 into 9 is equal to 9. 2 into 8 is equal to 16. Like that manner, 7 into 3 is equal to 21. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരുന്ന മൊത്തം വരുമാനം എങ്ങനെയാണ് കണക്കൂട്ടിയത്? വിറ്റ ഉൽപ്പന്നത്തെ അതിന്റെ വില കൊണ്ട് ഗുണിച്ചപ്പോൾ മൊത്തം വരുമാനം നമുക്ക് കിട്ടി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ കോളം ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇനി നോക്കൂ, ഫോർത്ത് കോളം ഈസ് എന്താണ്? AR ഈസ് ഈക്വൽ ടു TR ഡിവൈഡഡ് ബൈ Q. അപ്പോൾ ഏതൊരു ശരാശരി നമ്മൾ കാണുക എങ്ങനെയാണ്? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. ഇവിടെ ശരാശരി വരുമാനം കാണുക എങ്ങനെയാണ്? മൊത്തം വരുമാനത്തെ വിറ്റ വസ്തുവിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ ടോട്ടൽ ആവറേജ് റവന്യൂ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ dividing the total revenue by the quantity of output sold. വിറ്റ വസ്തുവിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മൊത്തം വരുമാനത്തെ വിറ്റ വസ്തുവിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് പെർ യൂണിറ്റ് റവന്യൂ ലഭിക്കും, ശരാശരി റവന്യൂ ലഭിക്കും. അപ്പൊ അതെങ്ങനെ നോക്കൂ? ഇവിടെ 0 ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി നോക്കൂ, ടോട്ടൽ റവന്യൂ ഒരു യൂണിറ്റ് സാധനം വിറ്റപ്പോൾ ലഭിച്ച ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 9 രൂപയാണ് അല്ലേ? അപ്പോൾ 9 divided by 1 is equal to 9. 16 2 യൂണിറ്റ് സാധനം വിറ്റപ്പോൾ ലഭിച്ച ആകെ വരുമാനം 16 രൂപയാണ്. അപ്പോൾ 16 divided by 2, 16 divided by 2 is equal to 8. 21 divided by 3 is equal to 7. 24 divided by 4 is equal to 6. 25 divided by 5 is equal to 5. 24 divided by 6 is equal to 4 and 21 divided by 7 is equal to 3. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ മൂന്നാമത്തെ കോളത്തെ ഒന്നാമത്തെ കോളം കൊണ്ട് ഹരിച്ചു അല്ലേ? അതല്ലേ ആവറേജ് റവന്യൂ. മൊത്തം വരുമാനത്തെ വിറ്റ ഉൽപ്പന്നത്തിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കോളം മൊത്തം വരുമാനമാണ്, ഒന്നാമത്തെ കോളം വിറ്റ ഉൽപ്പന്നത്തിന്റെ എണ്ണമാണ്. അപ്പൊ മൂന്നാമത്തെ കോളത്തെ ഒന്നാമത്തെ കോളം കൊണ്ട് ഹരിച്ചുകൊണ്ട് നമ്മൾ നാലാമത്തെ കോളം ഫില്ല് ചെയ്തു. വെരി സിമ്പിൾ. ഇനി ലാസ്റ്റ് കോളം ഈസ് എന്താണ്? മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ TR ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. Delta TR we know changes in total revenue as a result of or consequent upon changes in the quantity of the commodity which is sold. അപ്പോൾ മൊത്തം വരുമാനത്തിൽ മാറ്റം ഉണ്ടാവാൻ കാരണം എന്താണ്? വിറ്റ ഉൽപ്പന്നത്തിന്റെ അളവിൽ മാറ്റമുണ്ടായതാണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നോക്കൂ, ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. നോക്കൂ, ഇനീഷ്യൽ യൂണിറ്റ് ഒന്നാമത്തെ യൂണിറ്റ് വിറ്റപ്പോൾ കിട്ടിയ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് ലഭിച്ച മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ഇനീഷ്യൽ റവന്യൂ ആണ്, അത് 9 തന്നെയാണ്, മാറ്റമില്ല. ഓക്കെ. ഇനി നോക്കൂ, നമ്മളിവിടെ കാണേണ്ടത് എന്താണ്? ഈ ഡിഫറൻസ് നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ 2 യൂണിറ്റ് വിറ്റപ്പോൾ ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ₹16. അപ്പോൾ നമ്മൾ എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ റവന്യൂ വിച്ച് ഈസ് ഏൺഡ് ബൈ സെല്ലിംഗ് ദ സെക്കൻഡ് യൂണിറ്റ് ഓഫ് ദ ഔട്ട്പുട്ട്. അപ്പോൾ 9നോട് എത്ര കൂട്ടിയാൽ 16 കിട്ടുമെന്നുള്ളതാണ്. 9ഉം 7ഉം 16 ആണല്ലേ? ഇനിയോ 16നോട് എത്ര കൂട്ടിയാൽ 21 കിട്ടും? 16ഉം 5ഉം 21 ആണ്. 21നോട് എത്ര കൂട്ടിയാൽ 24 കിട്ടും? 21ഉം 3ഉം 24 ആണ്. 24നോട് എത്ര കൂട്ടിയാൽ 25 കിട്ടും? 24ഉം 1ഉം 25 ആണ്. പിന്നെ ടോട്ടൽ റവന്യൂ കുറയാൻ ആരംഭിച്ചു. സി, ടോട്ടൽ റവന്യൂ ബിഗിൻസ് ടു ഡിക്ലൈൻ. അപ്പോൾ എന്താണ്? 25 then 24 ആണ്. അപ്പോൾ 25 24 എന്ന് പറയുമ്പോൾ ഇവിടെ -1 ആണ്.
അതുപോലെ 24 നിന്ന് 21 എന്ന് പറയുമ്പോൾ -3 ആണ്. നമ്മളിവിടെ മനസ്സിലാക്കണം, ഒരു പരിധി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂ മൊത്തം വരുമാനം കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ റവന്യൂ നെഗറ്റീവിലേക്ക് പോകുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നേരത്തെ മനസ്സിലാക്കിയ ആ വേർഡ്സിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മളിപ്പോ ടേബിളിലേക്ക് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ കുട്ടികളും വളരെ തറവായിട്ട് കാണുക. സി, there are 3 concepts: total revenue മൊത്തം വരുമാനം, ആവറേജ് റവന്യൂ ശരാശരി വരുമാനം, മാർജിനൽ റവന്യൂ സീമാന്ത വരുമാനം. TR is equal to Q into P. That is, total revenue can be calculated by multiplying the quantity with its price. ഉൽപ്പന്നത്തെ അതിന്റെ വിലയുമായി ഗുണിച്ചാൽ കിട്ടുന്ന മൊത്തം പണമാണ് മൊത്തം വരുമാനം. അതാണ് എഴുതിയതിന്റെ അർത്ഥം. നമ്മൾ എന്ത് ചെയ്തു? ഈ കോളം ഫില്ല് ചെയ്യാൻ ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളവും തമ്മിൽ ഗുണിച്ചു. ഒന്നാമത്തെ കോളത്തിൽ ഉൽപ്പന്നത്തിന്റെ എണ്ണമാണ്, രണ്ടാമത്തെ കോളത്തിൽ വിലയാണ്. 1ഉം 2ഉം ഗുണിച്ചപ്പോൾ മൊത്തം വരുമാനം നമുക്ക് ലഭിച്ചു. അത് നമ്മൾ ത്രൂ ഔട്ട് എഴുതി. ഇനി നോക്കൂ, ആവറേജ് റവന്യൂ ശരാശരി വരുമാനം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ the quantity of output which is sold. Okay, so average revenue can be calculated by dividing the total revenue by the quantity of output sold. Very simple. Then lastly, marginal revenue. Marginal revenue is the net addition to the total revenue when one more unit of the commodity is sold. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വരുമാനം ലഭിക്കണമെങ്കിൽ സാധനം വിൽക്കണ്ടേ? ഉൽപ്പന്നം വിറ്റാലേ വരുമാനം ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അഡീഷണൽ, അത് സോൾഡ് എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത്. സി, അഡീഷൻ മേഡ് ടു ടോട്ടൽ വെൻ വൺ മോർ യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി ഈ സോൾഡ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും വരുമാനം എന്ന് പറയുമ്പോൾ ഉൽപ്പന്നം വിൽക്കണം, ചെലവ് എന്ന് പറയുമ്പോൾ എന്താണ്? സാധനം ഉൽപ്പാദിപ്പിക്കണം. അതൊക്കെ നിങ്ങൾ ഓവർലാപ്പിംഗ് ആവാൻ പാടില്ല. വളരെ സിമ്പിൾ ആണല്ലോ. അപ്പൊ നോക്കുക, ഇവിടെ എന്താണിത്? ഓരോ നെറ്റ് അഡീഷൻ, ഇനീഷ്യൽ റവന്യൂ എന്ന് പറഞ്ഞാൽ 9 രൂപയാണ്. പിന്നെ 9 രണ്ടാമത്തിൽ നിന്ന് 2 വിറ്റപ്പോൾ 16 രൂപ കിട്ടിയെങ്കിൽ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് മാത്രം ലഭിച്ച എത്രയാണ്? 7 രൂപയാണ് അല്ലേ? മൂന്നെണ്ണം വിറ്റപ്പോൾ 21 രൂപ കിട്ടിയെങ്കിൽ മൂന്നാമത്തിൽ നിന്ന് മാത്രം ലഭിച്ചത് 5 രൂപയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് അഡീഷൻ മേഡ് ടു ടോട്ടൽ. അപ്പൊ ഓരോ അഡീഷണൽ യൂണിറ്റ് വിൽക്കുമ്പോഴും ലഭിച്ച എക്സ്ട്രാ റവന്യൂ, മൊത്തം വരുമാനത്തോടു കൂടി അധികമായി ഓരോ യൂണിറ്റ് വിൽക്കുമ്പോഴും അതിൽ നിന്ന് ലഭിക്കുന്ന അധിക വരുമാനം, എക്സ്ട്രാ റവന്യൂ അധിക വരുമാനമാണ് കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്ന ആ അധിക വരുമാനത്തിനെയാണ്, ആ എക്സ്ട്രാ റവന്യൂ ആണ് നമ്മൾ ലാസ്റ്റ് കോളത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതൊന്നുമില്ല. ഇനി എന്താണ്? ഈ ഷെഡ്യൂൾ നിങ്ങൾ കാണാതെ പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം. എന്നിട്ടോ ഈ ഷെഡ്യൂളിനെ, ഇപ്പൊ ഈ പ്രിപ്പയർ ചെയ്ത ഷെഡ്യൂളിനെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു ഡയഗ്രാം ഫോം ചെയ്യാൻ പഠിക്കണം. വളരെ സിമ്പിൾ ആണ്. അത് നമുക്ക് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനി ഈ ഒരു പ്രിപ്പയർ ചെയ്ത ഈ ഒരു ഷെഡ്യൂളിനെ ഒരു ഗ്രാഫാക്കി മാറ്റുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഗ്രാഫിൽ എന്ത് രേഖപ്പെടുത്തും? എക്സ് അക്ഷത്തിൽ എപ്പോഴും എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് വിച്ച് ഈസ് സോൾഡ്. വിറ്റ ഉൽപ്പന്നത്തിന്റെ അളവ് നമ്മൾ ക്വാണ്ടിറ്റി എന്ന് എഴുതിയാൽ മതി. ക്വാണ്ടിറ്റി അഥവാ അളവ് എന്ന് എഴുതിയാൽ മതി, മറക്കരുത്. എക്സിൽ എക്സ് അക്ഷത്തിൽ ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി വിച്ച് ഈസ് സോൾഡ് ആണ്. റവന്യൂ ആയി ബന്ധപ്പെടുമ്പോൾ അങ്ങനെ തന്നെയാണ് എഴുതുന്നത്. അപ്പൊ നിങ്ങൾ ഉൽപ്പന്നത്തിന്റെ അളവ് അല്ലെങ്കിൽ അളവ് എന്ന് മാത്രം എഴുതുക. ക്വാണ്ടിറ്റി എന്നല്ല ക്വാണ്ടിറ്റി എന്ന് എഴുതുക, മാറിപ്പോകാൻ പാടില്ല. പിന്നെ എന്താണ്? വൈ അക്ഷത്തിൽ, അപ്പൊ പ്രൈസ് നമുക്ക് അവിടെ ഇംപ്ലൈഡ് ആണ്. വൈ അക്ഷത്തിൽ നമ്മൾ എന്തൊക്കെ രേഖപ്പെടുത്തണം? നമ്മൾ 3 കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കണം അല്ലേ? TR, AR ആൻഡ് MR. അപ്പൊ വൈ ആക്സിസിൽ ഈ 3 കാര്യങ്ങളും എഴുതേണ്ടതുണ്ട്. അപ്പൊ TR, AR ആൻഡ് MR എന്നുമ്പോൾ വില അവിടെ ഇംപ്ലൈഡ് ആയതുകൊണ്ട് പ്രൈസ് നമ്മൾ അവിടെ പ്രത്യേകിച്ച് സ്പെസിഫിക് ആയി കാണിക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ പട്ടിക റെഡി ആവുക. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഒരു ഗ്രാഫാക്കി മാറ്റാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ മനസ്സിലാക്കിയ ആ ഒരു ഷെഡ്യൂൾ, ആ ഒരു പട്ടിക ഗ്രാഫാക്കി മാറ്റുകയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 3 കർവ് നമ്മൾ ഫോം ചെയ്യും. മൊത്തം വരുമാന വക്രം, ടോട്ടൽ റവന്യൂ കർവ്, ശരാശരി വരുമാന വക്രം, ആവറേജ് റവന്യൂ കർവ്, അതുപോലെ സീമാന്ത വരുമാന വക്രം, മാർജിനൽ റവന്യൂ കർവ്. അപ്പൊ ഈ 3 വക്രങ്ങളും 3 വ്യത്യസ്ത ഡയറക്ഷനിലേക്കാണ് നീങ്ങുക. അപ്പൊ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രദ്ധയോടെ ഇരിക്കുക. വെരി സിമ്പിൾ. X, Y, ഇവിടെ Y dash. അപ്പൊ നമ്മൾ X അക്ഷത്തിൽ രേഖപ്പെടുത്തേണ്ടത് ഞാൻ സൂചിപ്പിച്ചു ക്വാണ്ടിറ്റി.
ഉൽപ്പന്നത്തിന്റെ എണ്ണം അഥവാ ഉൽപ്പന്നത്തിന്റെ അളവ്. y ആക്സിസിൽ നമ്മൾ 3 കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. TR, AR ആൻഡ് MR. TR ടോട്ടൽ റവന്യൂ, AR ആവറേജ് റവന്യൂ ആൻഡ് MR മാർജിനൽ റവന്യൂ. ഈ 3 കാര്യങ്ങളും x അക്ഷത്തിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഷെഡ്യൂളിൽ പട്ടികയിൽ 0 മുതൽ 7 വരെ ഉൽപ്പന്നങ്ങളുടെ അളവാണ് നമ്മൾ രേഖപ്പെടുത്തിയത് അല്ലേ? അത് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. 1, 2, 3, 4, 5, 6 ആൻഡ് 7. അപ്പോൾ 1 മുതൽ 7 വരെ, 0 മുതൽ 7 വരെ ഉൽപ്പന്നങ്ങളുടെ എണ്ണം പട്ടികയിൽ രേഖപ്പെടുത്തിയത് അതേ അളവിൽ തന്നെ നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നോക്കൂ, y ആക്സിസിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് ഇവിടെ മാക്സിമം 25 ആണ് ടോട്ടൽ റവന്യൂ. അപ്പൊ നമുക്കറിയാലോ ഈ ഒരു സ്പേസിൽ നമുക്ക് 1, 2, 3 എന്ന് എഴുതി കഴിഞ്ഞാൽ 25 വരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ എക്സ്പ്ലനേഷന്റെ ഒരു നമ്മളത് സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടി 5, 10, 15, 20 എന്ന് നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, 5, 10, 15, 20, 25. ഓക്കെ, 25. ഇനി അടുത്തതാണ്, നമ്മൾ ആദ്യം ടോട്ടൽ റവന്യൂ രേഖപ്പെടുത്താൻ പോവുകയാണ്. ടോട്ടൽ റവന്യൂ. അപ്പോൾ ഓരോ യൂണിറ്റ് വിൽക്കുമ്പോഴും ഉണ്ടാകുന്ന ടോട്ടൽ റവന്യൂ എത്രയാണ് എന്ന് നമ്മൾ നോക്കുക. ഷെഡ്യൂൾ നോക്കുക, വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ യൂണിറ്റ് സാധനം വിറ്റപ്പോൾ ലഭിച്ച ആകെ വരുമാനം 9 രൂപയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 9 രൂപയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? T1 എന്നതിന് നേരെ മുന്നിൽ 1ന് നേരെ മുകളിൽ 9ന് നേരെ മുമ്പിലായിട്ട് നമ്മൾ ഇവിടെ ഒരു ബിന്ദു രേഖപ്പെടുത്തണം. 9 എന്ന് പറയുമ്പോൾ 10ന് തൊട്ട് താഴെയുള്ള ഒരു ബിന്ദുവാണ്. അങ്ങനെ 1ന് നേരെ മുകളിൽ 9ന് നേരെ മുമ്പിലായിട്ട് ഒരു ബിന്ദു നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇനി 2 യൂണിറ്റ് സാധനങ്ങൾ വിറ്റപ്പോൾ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും 16 രൂപയാണ്. അപ്പോ 2ന് നേരെ മുകളിൽ 16ന് മുന്നിലായിട്ട് നമ്മൾ ഇവിടെ മറ്റൊരു ബിന്ദു രേഖപ്പെടുത്തും. 16. അങ്ങനെ നമ്മൾ കണ്ടു, ഒന്നാമത്തെ യൂണിറ്റിന്റെ നേരെ മുകളിൽ എന്ത് വേണം? ഒരു യൂണിറ്റ് വിറ്റപ്പോൾ നമുക്ക് 9 രൂപയാണ് ലഭിച്ചത്. അപ്പോൾ 1ന് നേരെ മുകളിൽ 9ന് മുമ്പിൽ നമ്മൾ ഒരു ബിന്ദു രേഖപ്പെടുത്തുകയാണ്. 2 യൂണിറ്റ് വിറ്റപ്പോൾ ലഭിച്ചത് ടോട്ടൽ റവന്യൂ എന്ന നിലയിൽ 16 രൂപയാണ്. അപ്പോൾ 2ന് നേരെ മുകളിൽ 16ന് മുന്നിൽ നമ്മൾ ഇവിടെ മറ്റൊരു ബിന്ദു രേഖപ്പെടുത്തും. 3 യൂണിറ്റ് വിറ്റപ്പോൾ നമുക്ക് ലഭിച്ചത് എത്രയാണ്? 21 രൂപയാണ് അല്ലേ? 21 രൂപ. അപ്പൊ നമ്മൾ 20ന് നേരെ മുകളിൽ ഏകദേശം ഈ അവസ്ഥയിൽ വരും. 21 ഇവിടെ രേഖപ്പെടുത്തും. 4നോ? 4 യൂണിറ്റ് വിറ്റപ്പോൾ 4 യൂണിറ്റ് സാധനം വിറ്റപ്പോൾ ലഭിച്ച മൊത്തം വരുമാനം എന്ന് പറയുന്നത് എന്താണ്? 24 രൂപയാണ് അല്ലേ? 24. അപ്പോൾ 25ന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഏകദേശം ഒരു 24 എന്ന ബിന്ദു രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി 5 യൂണിറ്റ് വിറ്റപ്പോഴോ 25 രൂപ ലഭിച്ചിരുന്നു. അപ്പോൾ 5ന് നേരെ മുകളിൽ 25ന് മുന്നിലായിട്ട് നമ്മൾ ഇവിടെ മറ്റൊരു ബിന്ദു രേഖപ്പെടുത്തുകയാണ്. ഇനി 6 വീണ്ടും നോക്കൂ, 24ലേക്ക് വന്നു. അതായത് മൊത്തം വരുമാനം കുറയാൻ ആരംഭിച്ചു. 7 21ലേക്ക് വന്നു. വീണ്ടും മൊത്തം വരുമാനം കുറയാൻ ആരംഭിച്ചു. ഓക്കെ, അപ്പൊ നമ്മള് ഈ വ്യത്യസ്ത ബിന്ദുക്കൾ 1, 2, 3, 4, 5, 6, 7 ഈ വ്യത്യസ്ത ബിന്ദുക്കൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിറ്റ ഉൽപ്പന്നത്തിന്റെ അളവും ലഭിച്ച മൊത്തം വരുമാനവും സംയോജിപ്പിച്ചുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വ്യത്യസ്ത ബിന്ദുക്കൾ ഇവിടെ രേഖപ്പെടുത്തി. ഇനി ഈ ബിന്ദുക്കൾ പരസ്പരം ഒന്ന് യോജിപ്പിച്ച് നോക്കാം. റെഡി? യെസ്, ദിസ് ഈസ് TR. ഇതാണ് ടോട്ടൽ റവന്യൂ കർവ്. കണ്ടോ? ഈ ടോട്ടൽ റവന്യൂ കർവിന്റെ ആകൃതി നോക്കൂ. ആദ്യം വർദ്ധിച്ചു, അതിനുശേഷം പരമാവധിയിലെത്തി, പിന്നെ കുറഞ്ഞു. അതുകൊണ്ടാണ് ഇത് ഒരു ഇൻവേർട്ടഡ് പരാബോളയാണ്. ഈ ആകൃതി എന്താണ്? തല തിരിഞ്ഞ ഒരു പരാബോള. അപ്പോൾ ഇത് ടോട്ടൽ റവന്യൂ കർവിന്റെ ആകൃതി ഇങ്ങനെയാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് എന്താണ് ഇതേ ഡയഗ്രത്തിൽ ആവശ്യം? ആവറേജ് റവന്യൂ. നമുക്ക് ആവറേജ് റവന്യൂ ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് പോകുക നമുക്ക് നോക്കാം. സി, ഒന്നാമത്തെ യൂണിറ്റ് ഉൽപ്പന്നം വിറ്റപ്പോൾ ലഭിച്ച ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ 9 രൂപ തന്നെയാണ്. അപ്പോൾ സെയിം ബിന്ദുവാണ്, വേറെ മാറ്റേണ്ടതില്ല. ഇതേ പോയിന്റ് തന്നെയാണ്. ഇനി രണ്ടാമത്തേതോ 8 രൂപയാണ്. അപ്പോൾ എന്താണ്? 16 / 2 = 2 നമ്മൾ കണ്ടു.
അപ്പൊ 2ന് നേരെ മുകളിൽ 8ന് മുന്നിലായിട്ട് നമ്മൾ മറ്റൊരു ബിന്ദു രേഖപ്പെടുത്തണം അല്ലേ? 8ന് മുമ്പിലായിട്ട് നമ്മൾ മറ്റൊരു ബിന്ദു രേഖപ്പെടുത്തണം. 2ന് നേരെ ഇവിടെ രേഖപ്പെടുത്തണം. 3 7 രൂപയാണ്. അപ്പൊ 3ന് നേരെ മുകളിൽ 7ന് മുമ്പിലായിട്ട് നമ്മൾ മറ്റൊരു ബിന്ദു രേഖപ്പെടുത്തണം. 4 6 രൂപയാണ്. അപ്പൊ 4ന് മുകളിൽ 6ന് മുമ്പിലായിട്ട് മറ്റൊരു ബിന്ദു രേഖപ്പെടുത്തും. 5 5ന് സമാന്തരമായിട്ടാണ്. 5ന് മുകളിൽ 5ന് സമാന്തരമായി മറ്റൊരു ബിന്ദു രേഖപ്പെടുത്തും. 6 6ന് മുകളിൽ 4ന് തുല്യമായിട്ട് മറ്റൊരു ബിന്ദു രേഖപ്പെടുത്താണ് ചെയ്യുക. 7 7ന് മുകളിൽ 3 എന്ന നിലയിൽ ആണ്. അപ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തും. അപ്പോൾ ഈ വ്യത്യസ്ത ബിന്ദുക്കൾ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് ആവറേജ് റവന്യൂ. ഇനി നമ്മൾ ഇത് കൂട്ടി യോജിപ്പിച്ച് നോക്കാം. എന്താണ് ഇതിന്റെ ആകൃതി എന്ന് വരിക? നോക്കൂ. ഇത് ആവറേജ് റവന്യൂ കർവാണ്. AR കർവ്, ആവറേജ് റവന്യൂ കർവ്. അപ്പോൾ see, note the difference between TR and AR. അപ്പോൾ TR curve takes the shape of inverted parabola. Okay. AR curve slopes gradually downwards from left to right. Average revenue curve എന്താണ്? ക്രമേണ പതുക്കെ പതുക്കെ ഇടത്തു നിന്ന് വലത്തോട്ട് ചെരിഞ്ഞിരിക്കുകയാണ്. നെഗറ്റീവ് ആയിട്ട് സ്ലോപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. ഇനി MR കർവ് നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാം ഫസ്റ്റ് യൂണിറ്റിൽ ലഭിച്ച MR എന്ന് പറയുന്നത് എന്താണ്? 9 തന്നെയാണ്. ഓക്കെ. സെക്കൻഡ് ആണെങ്കിലോ രണ്ടാമത്തെ യൂണിറ്റിന്റെ MR എത്രയാണ്? 7 രൂപയാണ്. അപ്പോ എന്താണ്? 2ന് നേരെ മുകളിൽ 7ന് മുമ്പിലാണ് നമ്മൾ ഒരു ബിന്ദു രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ. 7ന് മുന്നിൽ രേഖപ്പെടുത്തണം. മൂന്നാമത്തേതോ 5 ആണ്. 5 നിങ്ങൾ ആ പട്ടിക നോക്കുക, അതുപോലെ രേഖപ്പെടുത്തുക. നാലാമത്തേതോ 3 ആണ്. റെഡി? 3 രൂപയാണ്. അഞ്ചാമത്തേതോ 1 രൂപയാണ്. റെഡി അല്ലേ? ആറാമത്തേതാണ് -1. ഓക്കെ. അപ്പൊ -1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നെഗറ്റീവ് പോർഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ നമുക്കറിയാം 0ക്ക് ശേഷം മുകളിലേക്ക് ഇത് +5 +10 അങ്ങനെയാണ്. ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് നെഗറ്റീവ് പോർഷൻ ആണ്. നമ്മളിവിടെ -5 എന്ന് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നത് വിചാരിക്കാം. -5. അപ്പൊ നമുക്ക് എന്താണ്? 1ന് ശേഷം നമുക്ക് വേണ്ടത് എത്രയാണ്? -1 ആണല്ലേ? അപ്പോ ഇവിടെ ഈ ഇതിന് ശേഷം വരുന്ന ഇതിന് നേരെ താഴെ നമ്മൾ എന്ത് ചെയ്യണം? -1 രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷമോ -3. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ബിന്ദു രേഖപ്പെടുത്തും. അപ്പോൾ നമ്മൾ മാർജിനൽ റവന്യൂ എന്ന കോളത്തിൽ രേഖപ്പെടുത്തിയ അതേ സംഖ്യകൾ ഓരോ ഉൽപ്പന്ന വിധാനത്തിലും ക്രമപ്പെടുത്തിക്കൊണ്ട് യോജിപ്പിച്ച് രേഖപ്പെടുത്തിയാൽ നമുക്ക് ഇങ്ങനെ വ്യത്യസ്ത ബിന്ദുക്കൾ ലഭിക്കും. അതിനുശേഷം ആ ബിന്ദുക്കൾ പ്ലോട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ആ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് നോക്കണം അതെന്താണ് അവസ്ഥ എന്ന്. അപ്പൊ നമുക്ക് 9ൽ നിന്ന് തുടങ്ങും. നോക്കുക, 7ലെത്തി, നോക്കൂ, 5ലെത്തി, 3ലെത്തി, 1ലെത്തി അല്ലേ? പിന്നെ എന്താണ്? -1, then -3. ഇതെന്താണ്? മാർജിനൽ റവന്യൂ കർവാണ്. ഓക്കെ. അപ്പൊ ഇത് മാർജിനൽ റവന്യൂ ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ മാർജിനൽ റവന്യൂ കർവും ആവറേജ് റവന്യൂ തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം both AR curve and MR curve slopes downwards from left to right, negatively sloped. രണ്ടും ഇടത്തുനിന്ന് വലത്തോട്ട് ചെരിഞ്ഞ് താഴേക്ക് പോയിരിക്കുകയാണ് അല്ലേ? It should be noted here that see, AR curve never touches the x-axis, that is never becomes 0 or becomes negative. Okay, ഈ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് 0 ആയിട്ടില്ല, അതുപോലെ നെഗറ്റീവോ ആയിട്ടില്ല. ബട്ട് മാർജിനൽ റവന്യൂ നോക്കൂ, മാർജിനൽ റവന്യൂ falls, declines more rapidly than average revenue. Okay, and after a particular point has been reached, if the number of outputs sold increases, see, the marginal revenue begins to fall and becomes negative. Okay, average revenue ഒരിക്കലും 0 നെഗറ്റീവോ ആയിട്ടില്ല. പക്ഷേ മാർജിനൽ റവന്യൂ എന്താണ്? ഒരു പരിധിയിലധികം സാധനം വിൽക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം വരുമാനം കുറയാൻ ആരംഭിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? സീമാന്ത വരുമാനം നെഗറ്റീവിലേക്ക് പോകുക എന്നാണ്. ഇപ്പൊ എക്സിന് താഴെ എന്താണ്? ഇത് നെഗറ്റീവ് പോർഷൻ ആണ്. ഓക്കെ, ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഈ ഗ്രാഫ് ഫോം ചെയ്യാൻ പഠിക്കണം. ഒരുപക്ഷെ പബ്ലിക് എക്സാമിന് ഇതുപോലെ ഒരു ഗ്രാഫ് തരും. ഗ്രാഫ് തന്നിട്ട് നമ്മളോട് TR, AR and MR രേഖപ്പെടുത്താൻ പറയുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഈ രീതിയിൽ പോയിട്ടുള്ള, ഈ ആകൃതിയിൽ പോയിട്ടുള്ള ഈ കർവ് TR ആണ്. എന്താണ്? ഇതിന്റെ ഇൻവേർട്ടഡ് പരാബോള അല്ലെ? തല തിരിഞ്ഞ പരാബോള എന്ന് പറയുന്നതാണ് ശരിക്കും TR കർവാണ്, ടോട്ടൽ റവന്യൂ കർവാണ്. ഓക്കെ, ഇതോ ഇടത്തുനിന്ന് വലത്തേക്ക് ക്രമേണ സാവധാനം ചെരിഞ്ഞു കിടക്കുന്ന ശരാശരി വരുമാന വക്രമാണ്, AR കർവാണ്.
അതിന് താഴെ എന്താണ് MR കർവാണ്. അപ്പൊ നമ്മുടെ ഷെഡ്യൂളിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് ആദ്യം TR അല്ലേ, ദെൻ AR, ലാസ്റ്റില് MR ആണ് എഴുതിയത്. അത് ഓർത്ത് വെക്കുക. അങ്ങനെ അത് ആ രീതിയിൽ തന്നെ രേഖപ്പെടുത്തുക. ഇനി ഡയഗ്രാം വരക്കാൻ പറഞ്ഞാൽ അതും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, കുത്തകയിലെ TR, AR ആൻഡ് MR. വെരി സിമ്പിൾ വീഡിയോ. അപ്പൊ നമ്മൾ വേണ്ടതാണ്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ വാട്ട് ഈസ് TR, വാട്ട് ഈസ് AR ആൻഡ് വാട്ട് ഈസ് MR. അപ്പോൾ ആസ് യൂഷ്വൽ സി TR ഈസ് ഈക്വൽ ടു Q ഇൻറ്റു P, AR ഈസ് ഈക്വൽ ടു TR ഡിവൈഡഡ് ബൈ Q, MR ഈസ് ഈക്വൽ ടു ഡെൽറ്റ TR ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. എല്ലാ കുട്ടികളും അത് നോട്ട് ചെയ്ത് തറവാക്കി പഠിക്കുക. അതിനുശേഷം എന്താണ്, the so called concepts can be easily explained by using a schedule or with the help of a schedule എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഫോം ചെയ്ത ഷെഡ്യൂൾ വരയ്ക്കുക. ആ ഷെഡ്യൂളിൽ എന്താണ്, ഫസ്റ്റ് കോളം explains the quantity of the commodity which is sold, second column price, third column TR, fourth column AR and last column MR. വെരി സിമ്പിൾ. എന്താണ്, ഇനി ആ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തു, ആ ഷെഡ്യൂളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു ഗ്രാഫ് ഫോം ചെയ്യുക. ഓക്കെ, ആ ഗ്രാഫ് ഫോം ചെയ്യുന്നു. നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു പ്ലോട്ട് certain points based on quantity and total revenue. First of all, quantity and total revenue. See, after plotting all these points, if we join these points together, we get a particular type of curve, inverted parabola, that is TR curve. ആദ്യം വ്യത്യസ്ത ബിന്ദുക്കൾ നമ്മൾ രേഖപ്പെടുത്തുകയാണ്. വിറ്റ വസ്തുക്കളും ലഭിച്ച മൊത്തം വരുമാനവും ആസ്പദമാക്കി ബിന്ദുക്കൾ രേഖപ്പെടുത്തി ആ ബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചപ്പോഴാണ് ഈ ആകൃതി വന്നു. ഈ ആകൃതിയുടെ പേര് ഇൻവേർട്ടഡ് പരാബോളയാണ്, തലതിരിഞ്ഞ പരാബോളയാണ്. അത് മൊത്തം വരുമാന വക്രമാണ്. ഇനി അതിനുശേഷം നമ്മൾ ആവറേജ് റവന്യൂ കർവ് രേഖപ്പെടുത്തി. അതെന്താണ്, നമുക്കറിയാലോ, ആവറേജ് റവന്യൂ വിലയും ആവറേജ് റവന്യൂ ഒന്ന് തന്നെയാണ് അല്ലേ. അതുകൊണ്ടാണ് ആവറേജ് റവന്യൂ കർവ് 9, 8, 7, 6, 5 ഇങ്ങനെ ആവറേജ്, പിന്നെ പ്രൈസും ആവറേജ് റവന്യൂ കോളവും നമുക്ക് നോക്കാൻ സാധിക്കും. ഈക്വൽ എമൗണ്ട് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ആവറേജ് റവന്യൂ കർവ് ക്രമേണ കുറഞ്ഞ് ഇടത്തു നിന്ന് വലത്തോട്ട് നെഗറ്റീവായി സ്ലോപ്പ് ചെയ്തിരിക്കുകയാണ്. മാർജിനൽ റവന്യൂ കർവ് നോക്കൂ, അത് എന്താണ്, വളരെ പെട്ടെന്ന് കുറയുകയാണ്, അത് നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് പറയാൻ പോകുന്ന പ്രധാന കാര്യം, എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. നാളെ ആ വീഡിയോ, തൊട്ടടുത്ത ദിവസം തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അത് ഒരു കുത്തക കമ്പോളത്തിൽ ഒരു കുത്തകക്കാരൻ എങ്ങനെ സന്തുലിതാവസ്ഥ കൈവരിക്കുന്നു. സി ഹൗ ടു അച്ചീവ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ഏത് ഉൽപ്പന്ന വിധാനത്തിലാണ് ഒരു കുത്തകക്കാരൻ സന്തുലിതാവസ്ഥ കൈവരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പരമാവധി ലാഭം കൈവരിക്കുന്നത്. അതിന് രണ്ട് അപ്രോച്ചസ് ആണുള്ളത്, രണ്ട് സമീപന രീതികളാണുള്ളത്. ഒന്ന് TR minus TC approach, that is profit is equal to TR minus TC approach. മറ്റൊന്ന് profit is equal to MR minus MC approach, marginal revenue minus marginal cost approach. അതിന് രണ്ട് ഡയഗ്രാംസ് ഉണ്ട്. അതും വളരെ സിമ്പിൾ തന്നെയാണ്. ഏതായാലും ഇന്ന് ഇവിടെ വെച്ചത്, ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്ക് പറയാനുള്ളത്, കാര്യങ്ങൾ ശ്രദ്ധയോടെ പഠിക്കണം, വീഡിയോസ് ശ്രദ്ധാപൂർവം കാണണം, എങ്ങനെ നമ്മൾ ഒരു ഗ്രാഫ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം.